എന്നിട്ട് പരിപാടി നമ്മുടെ ഡാഡി വരുമല്ലോ. അവൻ വരുന്നുണ്ട്, ഡാഡി വരുന്നുണ്ട്. റെഡിയാവാം. ടാരോനോട് പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇന്ന് അങ്ങനെ പോയ ആള് തിരിച്ചു വരുവാണ് കേട്ടോ. എഗെയിൻ അൽനാബയിലാവണിയിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായി. ടാരുവിന് വേണ്ട അത്യാവശ്യം ടോയ്സ് ഒക്കെ പെറുക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ക്രിസ്മസിന്റെ അന്ന് തന്നെ രാവിലത്തെ ഫ്ലൈറ്റിന് ആളിങ്ങ് എത്തും. എയർപോർട്ടിന്റെ അടുത്ത് എത്തിയിട്ടോ. കറക്റ്റ് ഈ ലാൻഡിങ്ങിന്റെ ടൈം ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെച്ചാൽ എന്റെ ഫ്ലൈറ്റ് തന്നെയാണെന്ന്. കാരണം ഇത്ര നേരം പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ സൈഡിലുള്ള ഒരു റോഡ് സൈഡിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇച്ചാന്റെ ഇത്തവണത്തെ വരവ് ക്രിസ്മസ് കൂടാൻ വേണ്ടി മാത്രമാണ്. ഫ്ലൈറ്റ് കുറച്ചൊന്ന് ഡിലേ ആയ കാരണം ബട്ട് സ്റ്റിൽ എനിട്ടൊക്കെ അറിയുന്നത്. സെയിലിങ്ങിന് പോയി വരുന്ന പോലെ അത്രയും ലോങ് ഡേയ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 to 20 ഡേയ്സ് ഒക്കെ ആയിരുന്നു ഇത്തവണ എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ടാരോൻ അങ്ങനെ ഡാഡിയുടെ ഫ്രണ്ട് അവിടെ നിന്ന് കൊടുത്തൊരു ടോയ്സ് ഒക്കെ കിട്ടി ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇനി ബാക്കിത്തെ പരിപാടി ഈവനിങ് കരോളൊക്കെ വരും. അതിന് മുൻപായിട്ട് അനു മാം ഇങ്ങ് എത്തിയിട്ടുണ്ട് ടാരോനുള്ള അടുത്ത ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട്. പണ്ടൊക്കെ ആന്റിമാരുടെയും അങ്കിൾമാരുടെയും ഒക്കെ ഗിഫ്റ്റ്സ് വരുന്നത് നമ്മൾ കാത്തിരിക്കാറില്ലേ, അതുപോലെ ടാരോനത് ഒരു കൈ നിറയെ ടോയ്സ് ആയിട്ടാണ് മേമ വന്നേക്കുന്നത്. തട്ടിക്കളഞ്ഞാലും ഇത് മറിയൂല പിള്ളേര്. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി ഇത് ഇങ്ങനെയാണല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ആരും പിന്നെ അറഞ്ചും പുറഞ്ചും അതിനെ തട്ടി മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുറകെയുള്ള അടുത്ത ഗിഫ്റ്റ്സ് ഓപ്പണിംഗ് ആണ് എന്റെ പരിപാടി കേട്ടോ. എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഗിഫ്റ്റ്സ് ഓപ്പണിംഗ് ഒക്കെ. എന്നാ ഞാൻ ഇതെടുക്കാന്ന്. എപ്പോഴോ കുറെ പാത്രവും അതും ഇതൊക്കെ കൊട്ടുന്ന കണ്ട് മേമയ്ക്ക് അതൊരു ആകാംക്ഷ മൂത്ത് അതിന് ചെണ്ടയും ഡ്രംസും ഒക്കെ ആക്കി അങ്ങ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെവി തല കേൾപ്പിക്കത്തില്ല. ഇതൊന്നും പറയണത് 2-3 ഉടുപ്പും ക്യാപ്പും ഷൂസും ഒക്കെ ആയിട്ട് എന്റെ പൊന്നോ കൈ നിറയെ ക്രിസ്മസ് ആയിട്ട് ആൾക്ക് കുറെ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ക്യാപ്പിന്റെ മാത്രം ഒരു കുറവുണ്ടായിരുന്നു, അത് മാത്രം വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുറവും മേമ അങ്ങോട്ട് നികത്തിയിട്ടുണ്ട്. ഇച്ചൻ പടക്കം വാങ്ങാന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി കരോളും മുതലുള്ള അടുത്ത വ്ളോഗില് ബൈ.